Haloalkanes and haloarenes. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് 2-3 എക്സാമ്പിൾസ് പറയാം. ക്ലോറംഫെനിക്കോൾ ഒരു ആൻറ്റിബയോട്ടിക്കാണ്, ക്ലോറിൻ കണ്ടെയ്നിങ്. അത് ഇസ് യൂസ്ഡ് ഫോർ ടൈഫോയിഡ് ഫീവർ. പിന്നെ ക്ലോറോക്വിനോൺ ഉണ്ട്. ക്ലോറോക്വിനോൺ എന്ന് പറയുന്നത് മലേറിയക്ക് യൂസ് ചെയ്യുന്നതാണ്. ഹാലോത്തേൻ ഇസ് എൻ അനസ്തെറ്റിക്. പിന്നെ അയോഡിൻ കണ്ടെയ്നിങ് തൈറോക്സിൻ. പിന്നെ ഫുള്ളി ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് പൊട്ടൻഷ്യൽ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് സർജറിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹാലോ ആൽക്കെയിൻസ് ആൽക്കഹോളിൽ നിന്നാണ് ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പ്രിപ്പറേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കഹോൾ ടു ഹാലോ ആൽക്കെയിൻസ് ആണ്. ഫസ്റ്റ് അങ്ങനെ 6 റിയാക്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഹാലോജൻ ആസിഡ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് യൂസ് ചെയ്യുന്നതാണ്. റെഡ് ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. ദെൻ ഫൈനലി തൈനൽ ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ വിത്ത് HCl, സിങ്ക് ക്ലോറൈഡും കൂടെ വേണം. അത് ഇഫ് വി ആർ യൂസിങ് പ്രൈമറി ഓർ സെക്കൻഡറി ആൽക്കഹോൾസ്. ഇപ്പോൾ ഈ പ്രോസസ്സിനാണ് നമ്മൾ ഗ്രൂസ് പ്രോസസ് എന്ന് പറയുക. ആൻഡ് ദീസ് റിയേജൻറ്റ് ആർ കോൾഡ് ലൂക്കാസ് റിയേജൻറ്റ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ഷുഡ് ബി അൻഹൈഡ്രസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടെർഷ്യറി ഹാലോ ആൽക്കെയിൻസ് ആയിരുന്നെങ്കിൽ, ടെർഷ്യറി ആൽക്കഹോൾസ് ആയിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടെർബിഡിറ്റി കിട്ടും. റിയാക്ട് വെരി ഫാസ്റ്റ് ആൻഡ് വി ഗെറ്റ് ടെർബിഡിറ്റി ഇൻ ലൂക്കാസ് റിയേജൻറ്റ്. ബട്ട് പ്രൈമറിയും സെക്കൻഡറിയും വരുമ്പോൾ ഇറ്റ് റിക്വയേഴ്സ് എ കാറ്റലിസ്റ്റ് സിങ്ക് ക്ലോറൈഡ്, അൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്, ടു റിമൂവ് ദി വാട്ടർ കണ്ടൻറ്റ് പ്രസൻറ്റ്. Tertiary is more reactive actually, but catalytic and okay. Anyways, next in is alcohol with NaBr plus H2SO4. ഇതും ഒരു ഹാലോജൻ ആസിഡ് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് NaBr plus H2SO4 യൂസ് ചെയ്ത് നമുക്ക് HBr കിട്ടാനാണ്. കോൺസ്റ്റന്റ് ബോയിലിംഗ് വിത്ത് HBr 48%, we will get this will drive the reaction. Which reaction? HBr plus ROH gives RBr plus H2O. അപ്പോൾ ഹിയർ നമുക്ക് ROH പ്ലസ് NaBr പ്ലസ് H2SO4 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് RBr പ്ലസ് NaHSO4 പ്ലസ് H2O എന്നാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോസ്ഫറസ് യൂസ് ചെയ്ത 3 റിയാക്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യത്തെ 2 റിയാക്ഷൻ നോക്കാം. 3ROH പ്ലസ് PX3 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 3RX പ്ലസ് H3PO3. ഓക്കെ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് എന്ന് പറഞ്ഞാൽ നമ്മൾ HCl യൂസ് ചെയ്തു, വാട്ടേഴ്സ് HBr യൂസ് ചെയ്തു. ഇനി നമുക്ക് HBr ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇനി നമുക്ക് സോഡിയം ഓർ പൊട്ടാസ്യം അയോഡൈഡ് 95% ഓർത്തോഫോസ്ഫോറിക് ആസിഡിൽ വെച്ചാൽ we will be able to produce halo iodide. Okay, sodium or potassium iodide in 95% what? Orthophosphoric acid. This is important. Orthophosphoric acid യൂസ് ചെയ്യാൻ കാരണം HI is highly unstable. അപ്പോൾ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് വേണം. OH പറയുന്നത് ഇസ് എ ബെറ്റർ ലീവിങ് ഗ്രൂപ്പാണ്. സോ ഒരു പൊട്ടാസ്യം ഓർ സോഡിയം അയോഡൈഡിൽ നിന്ന് വി ക്യാൻ പ്രൊഡ്യൂസ് R iodide, because R iodide if we are using 95% orthophosphoric acid. ഈ ഓർത്തോഫോസ്ഫോറിക് ആസിഡ് യൂസ് ചെയ്യാൻ കാരണം ഹൈഡ്രോജൻ അയോഡൈഡ് ഇസ് ഹൈലി അൺസ്റ്റേബിൾ. And the dehydrating and using a dehydrating agent like orthophosphoric acid, OH is a better leaving group. Therefore, we will be able to produce halo iodide. Okay. Next we have ROH with PCl5. This PCl5 is a very powerful chlorinating agent. Therefore, we will get RCl plus POCl3
പ്ലസ് HCl. അപ്പോൾ നമ്മുടെ ഫോർത്ത് റിയാക്ഷൻ ROH പ്ലസ് PCl5 ചെയ്യുമ്പോൾ RCl then POCl3 പ്ലസ് HCl. അതായത് RCl ഒരു ക്ലോറിൻ യൂസ് ചെയ്തു 5 എണ്ണത്തിൽ ഒരെണ്ണം, പിന്നെ POCl3 3 യൂസ് ചെയ്തു, അങ്ങനെ ടോട്ടൽ 4 എണ്ണം പോയി, അവസാനത്തെ Hഉം Clഉം അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ പറയുന്നത് ഇതിൽ വേറെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? PBr അതായത് ഫോസ്ഫോ ട്രൈബ്രോമൈഡും ഫോസ്ഫോ ട്രൈ അയോഡൈഡും ഒക്കെ ഒരു C2ലാണ് ജനറേറ്റ് ചെയ്തത്. അതായത് ഒരു മിക്സ്ചറിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ മിക്സ്ചർ ബൈ റെഡ് ഫോസ്ഫറസ്. അത് നമ്മൾ പറയണുള്ളൂ. നമ്മൾ ആൽക്കഹോൾസ് വിത്ത് റെഡ് ഫോസ്ഫറസ് ഓർ X2, ഓക്കെ, റെഡ് ഫോസ്ഫറസ് വിത്ത് X2 എന്ന് പറഞ്ഞാൽ ബ്രോമിൻ ഓർ അയോഡൈഡ്, അതായത് ട്രൈബ്രോമോ അയോഡൈഡ് or tribromo phosphorus tribromide and phosphorus triiodide ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ റെഡ് ഫോസ്ഫറസ് ആണ് നമുക്ക് RX കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒന്ന് മറക്കാൻ ചാൻസ് ഉള്ളതാണ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് മെത്തേഡ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ബിക്കോസ് അതിൻ്റെ പ്രോഡക്റ്റ് ആർ ഇൻ ദ ഫോം ഓഫ് ഗ്യാസ്. അതുകൊണ്ട് നമുക്ക് പ്യൂരിഫൈഡ് ഹാലോ ആൽക്കേന് കിട്ടും. ആൽക്കഹോൾ വിത്ത് തയോണൈൽ ക്ലോറൈഡ് SOCl2 വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഓഫ് RCl പ്ലസ് SO2 പ്ലസ് HCl. ബോത്ത് ആർ gaseous in nature and this process is known as Darcy's process. പിന്നെ നമുക്ക് ഈ ആൽക്കൈൽ ഹാലൈഡിലെ ഈ ഫസ്റ്റ് മെത്തേഡ് അത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഈ അൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യാതെ H2O കൊടുത്താൽ നമുക്ക് ആൽക്കഹോൾസിലോട്ട് തിരിച്ചെത്തിക്കാൻ പറ്റും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഹൗ വി പ്രിപ്പയർ ആൽക്കഹോൾ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. പിന്നെ ഈ ആൽക്കൈൽ ക്ലോറൈഡ് നമുക്ക് ഒന്നല്ലെങ്കിൽ HCl ഗ്യാസ് സൊല്യൂഷനിക്ക് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റഡ് H2SO HCl ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഈ ആൽക്കഹോളിന് പ്രിപ്പയർ ചെയ്തത് നമ്മൾ ഹാലോ ആൽക്കീൻസ് ആണ്. നമുക്ക് ഹാലോ അരീൻസ് ആൽക്കഹോളിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ അതിൽ വരുമ്പോൾ നമുക്ക് ഫീനോൾസ് ആണുള്ളത്. ഫീനോൾസിൽ എന്ന് പറയുന്നത് CO ബോണ്ടാണ്. ഇത് CO ബോണ്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ ബ്രേക്ക് ചെയ്യാൻ വെരി ഹാർഡ് ആൻഡ് ഇറ്റ് ഈസ് ആസ് സ്ട്രോങ് ആസ് സിംഗിൾ ബോണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അറൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോൾസിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ആൽക്കെയിൻസ്, ദെൻ വി ആർ പ്രിപ്പയറിങ് ഫ്രം ആൽക്കീൻസ്. ആൽക്കീൻസിൽ തന്നെ നമുക്ക് 2 രീതി പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഹൈഡ്രോജനേഷൻ, ഒന്ന് ഹൈഡ്രോജൻ ഹാലൈഡ്സ് എന്നും പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് ഹാലജൻ എക്സ്ചേഞ്ചും യൂസ് ചെയ്യാം. അത് നമുക്ക് അയോഡിനും ഫ്ലൂറിനും യൂസ് ചെയ്യാം. അയോഡിന് വലിയ സൈസ് ആയതുകൊണ്ട് വലിയ റിയാക്ഷൻസിലൊന്നും നമുക്ക് ഇവിടെ കാണാനൊന്നും പറ്റത്തില്ല. ഫ്ലൂറിഡ്സ് എന്ന് പറഞ്ഞാൽ വെരി എക്സ്പ്ലോസീവ് ഇൻ നേച്ചറാണ്, വെരി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആൽക്കെയിൻ എന്നാണ്. ആൽക്കെയിൻ നമ്മൾ ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ ഓർ ബ്രോമിനേഷനാണ് യൂസ് ചെയ്യുക. ഇത് നമുക്കൊരു കോംപ്ലെക്സ് മിക്സ്ചർ ഓഫ് ഐസോമറിക് മോണോ പോളോ ഹാലോ ആൽക്കെയിൻസ്. ഇവർ സെപ്പറേറ്റ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ടാണ്. ഒരു സിംഗിൾ പ്രോഡക്റ്റിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് വെരി ലോ. ഇവർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വെരി സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. ദിസ് ഈസ് നോട്ട് ആക്ച്വലി കൺവീനിയൻറ്റ് ബിക്കോസ് നമുക്കൊരു ഹോൾ സെറ്റ് ഓഫ് പ്രോഡക്ട്സാണ് കിട്ടുന്നത് വിച്ച് ഇസ് എ മിക്സ്ചർ ആൻഡ് വിച്ച് ഇസ് വെരി ഹാർഡ് ടു സെപ്പറേറ്റ്.
ഇത് ലൈക്ക് ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ വഴിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ആൽക്കേനിന്നാണ് ഫ്രീ റാഡിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹാലോ ആൽക്കെയിൻസ്. ഇനി നമ്മൾ ആൽക്കെയിൻസ് എന്ന് വരുമ്പോൾ ഹൈഡ്രോജൻ ഹാലൈഡ് HX എന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. HX നമുക്ക് മാർക്കോണിക്കോസ് റൂളൊക്കെ യൂസ് ചെയ്യാം. അതായത് മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ച് H എവിടെയാണോ കുറവ് അവിടെ ആയിരിക്കും H എവിടെയാണോ കുറവ് അവിടെ ആയിരിക്കും X പോകുക. ഹാലജൻ H എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും H പോകുക. ഇതിന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഖറാഷ് എഫക്റ്റ്, അതായത് പെറോക്സൈഡ് യൂസ് ചെയ്താൽ മതി. H2O2 ആൻറ്റി മാർക്കോണിക്കോ നടന്നോളും. അഡിഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈറ്റ്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഹാലോജൻ, അതായത് X2. ഇതെന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇതിൽ വരുന്ന പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് വിസിനലാണ്. ഓക്കെ, ഓൾവേസ് വിസിനൽ ഡൈബ്രോമൈഡ്സ് ആണ് നമുക്കിവിടെ കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ ബ്രോമൈഡ്സ് ഇൻ CCl4 ഒരു ബ്രൗൺ കളറാണ്. ഇത് ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ആൽക്കീൻസിലൊക്കെ അൺസാച്ചുറേറ്റഡ് ആണല്ലോ, ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ബ്രോമിൻ്റെ ആ റെഡിഷ് ബ്രൗൺ കളറ് ഡിസപ്പിയർ ആകും. അതുകൊണ്ട് തന്നെ ഇത് അൺസാച്ചുറേഷൻ്റെ ടെസ്റ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് is always vicinal. ഓക്കെ, ഇനി നമുക്ക് ഹാലോജൻ എക്സ്ചേഞ്ച് ആണ്. ഹാലോജൻ എക്സ്ചേഞ്ച് വരുമ്പോൾ ആൽക്കൈൽ അയോഡൈഡ്സ് ഈസ് ഓഫൺ പ്രിപ്പയർഡ് ഫ്രം ദി സോഡിയം ക്ലോറൈഡ് ഓർ സോഡിയം ബ്രോമൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. ഓക്കെ, ഡ്രൈ അസെറ്റോൺ. ഈ റിയാക്ഷനെ പറയുന്നത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഈ ഐ വലുതാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ഇത് വെരി സിമ്പിളാണ്. ഇതിൽ പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് RX + NaI ആണല്ലോ, സോഡിയം അയോഡൈഡ്. ഞാൻ മാറി പറഞ്ഞു. ഓക്കെ, ആക്ച്വലി സോറി. ഹാലോജൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ടിങ് വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ വി വിൽ ഗെറ്റ് ആൽക്കൈൽ അയോഡൈഡ് ആൻഡ് NaX, Br or Cl. ഇവർ പറയുന്നത് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ദിസ് ഈസ് വാട്ട് ഫോർവേഡ്സ് ദ റിയാക്ഷൻ. അസെറ്റോണിൻ്റെ ഇക്വേഷൻ ഇതാണ്. Okay. Swartz reaction is the preparation of fluorine from metallic fluorides reacting with any halogen haloalkanes. അതായത് RCrോ RBrോ ഇൻ പ്രസൻസ് ഓഫ് മെറ്റാലിക് ഫ്ലൂറൈഡ്, AgF ആകാം, ആൻറ്റിമണി ഫ്ലൂറൈഡ് ആകാം, മെർക്യൂറിക് ഫ്ലൂറൈഡ് ആകാം, കൊബാൾട്ട് ഫ്ലൂറൈഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി വി ആർ ഗോയിങ് ടു ലുക്ക് ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷൻ. ഹാലോ അരീൻസിന് 2 ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഇസ് ഫ്രം ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിൽ വരുമ്പോൾ നമ്മൾ ഒരു ടൊളുവീൻ പറഞ്ഞാൽ CH3 അറ്റാച്ച് ആയിട്ടുണ്ടാവും. അത് അയേൺ ഡാർക്കിൽ വെക്കണം. ലൈറ്റിൽ വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് അണ്ടർ UV ലൈറ്റ് അവിടെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ഒക്കെ അറിയും. അതുകൊണ്ട് ഡാർക്കിൽ വെക്കുമ്പോൾ നമുക്ക് ഓർത്തോപാര ടൊളുവീൻസ് കിട്ടും, ഓർത്തോപാര ക്ലോറൈഡ്സ് കിട്ടും. പിന്നെ നമുക്ക് സാനിയേഴ്സ് റിയാക്ഷൻ ഉണ്ട്, നമ്മൾക്ക് അത് ഓരോന്നോരോന്നായിട്ട് പറയാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ടൊളുവീൻ നമുക്ക് ഓർത്തോ ഹാലോ ടൊളുവീനും പാരാ ഹാലോ ടൊളുവീനും കിട്ടും. ഇവർ ഈസി ടു സെപ്പറേറ്റ് ബിക്കോസ് ഇവർക്ക് ടോട്ടലി നല്ല ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ മെൽറ്റിംഗ് പോയിൻറ്റ്. പിന്നെ ഒരു സെൻറ്റൻസ് ചെയ്താൽ മറന്നുപോയി. ഹൈഡ്രോജൻ അയോഡൈഡ് റിയാക്ഷൻ വിത്ത് അയോഡൈഡ് എന്ന് പറയുന്നത് ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. സോ വി ഹാവ് ടു യൂസ് HNO3 or HiO4 ബിക്കോസ് ഈ അയോഡൈഡ് യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി റിവേഴ്സിബിൾ. So therefore in order to oxidize the HI formed, HI form ചെയ്തതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി we use, in order to oxidize HI formed we use HNO3 or HiO4.
ഫ്ലൂറോ കോമ്പൗണ്ട്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ റിയാക്ടിവിറ്റി. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പറയുന്നതാണ് സാൻ-നിയേഴ്സ് റിയാക്ഷൻ. ഇവിടെ ഒരു 5-6 സ്റ്റാർസ് നോക്കിട്ടോ. സാൻ-നിയേഴ്സ് റിയാക്ഷൻ. സാൻ-നിയേഴ്സ് റിയാക്ഷൻ ഇസ് ദാറ്റ് നമ്മളൊരു പ്രൈമറി അരോമാറ്റിക് അമീൻ is dissolved or suspended in cold aqueous mineral acid treated with sodium nitrate NaNO2, we get a benzene diazonium salt. This salt is then treated with cuprous chloride. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഹാലോ അരീന് കിട്ടും, അരിയൽ ഹാലൈഡ് കിട്ടും. പക്ഷേ നമ്മൾ കുപ്രസ് ക്ലോറൈഡിന് പകരം കോപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് ഗേറ്റർമാൻസ് റിയാക്ഷൻ. എസോ പറയുന്നത് നൈട്രേറ്റ് N2 ഗ്രൂപ്പിനെയാണ് നമ്മൾ എസോ പറയുന്നത്. അതുകൊണ്ടാണ് ഡയസോണിയം സോൾട്ട്. പ്രൈമറി അരോമാറ്റിക് അമീൻ is dissolved or suspended in cold aqueous mineral acid treated with NaNO2, we get a diazonium salt. If it is mixed with CuCl2, we get the diazonium group. Bromide results in the replacement of cuprous chloride use ചെയ്യുമ്പോൾ replacement of HCl or Br വെച്ച് റീപ്ലേസ് ആകും. ഇതിനെ പറയുന്നതാണ് അനിലിൻ. ഓക്കെ, ട്രീറ്റഡ് ചെയ്യുമ്പോൾ കുപ്രസ് ക്ലോറൈഡ് ഇങ്ങനെ കിട്ടും. അയോഡിനിന് നമുക്ക് എന്താ പറയുക, ഈ കുപ്രസ് ക്ലോറൈഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം. നമുക്ക് വെറുതെ പൊട്ടാസ്യം അയോഡൈഡ് ജസ്റ്റ് ഷേക്ക് ചെയ്താൽ മതി. ഡു നോട്ട് require the presence of cuprous halide, and it's done by simply shaking the diazonium salt with potassium iodide. അതായത് ഇങ്ങനെ ഇതായിരിക്കുമല്ലോ സ്ട്രക്ചർ. ഇവിടെ N2 plus X minus, അവിടെ നമുക്ക് പൊട്ടാസ്യം അയോഡൈഡ് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഓഫ് I plus N2. ഈ ഡയസോണിയം സോൾട്ട് പ്ലസ് H2O നമുക്ക് എന്താ കിട്ടുക? ഫിനോൾ. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡയസർട്ടൈസേഷൻ, then conversion. What is diazotization? Conversion of aniline to benzyl halide. This is very, very important. Put 2 or 3 stars in it. Okay. By the way, okay. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ്സ് കളർലെസ് ആണ്. പക്ഷേ അയോഡിനും ബ്രോമിനും എക്സ്പോസ് ടു ലൈറ്റ് ആണെങ്കിൽ, സൺലൈറ്റ് ആണെങ്കിൽ അതൊരു യെല്ലോ കളറൊക്കെ ഒരു കളറൊക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെ വോളറ്റൈൽ ഹാലോജൻ കോമ്പൗണ്ട്സ് ഒക്കെ സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്. പിന്നെ നമുക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വരുന്നത്. അതായത് സ്മോൾ അല്ലേ, അതായത് CH3Cl, CH3Br, അതെ, ഇവരൊക്കെ പറയുന്നത് മീഥൈൽ ക്ലോറൈഡ്, മീഥൈൽ ബ്രോമൈഡ്, ഈഥൈൽ ക്ലോറൈഡ് ആൻഡ് ക്ലോറോഫ്ലൂറോ കാർബൺസ് ഒക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഹയർ മെമ്പേഴ്സൊക്കെ സോളിഡ് ഓർ ലിക്വിഡ് ആയിരിക്കും. ഇവരുടെ മോളിക്യൂൾസ് പറഞ്ഞാൽ പോളാറാണ്. പൊളാരിറ്റി കൂടുമ്പോൾ, മോളിക്യുലാർ മാസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ബിക്കോസ് ഓഫ് ദ ഡൈപോൾ മൊമെൻറ്റ്, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. സൈസ് കൂടിയാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൂടും, അപ്പോൾ മോളാർ മാസ് കൂടും. അപ്പോൾ പൊളാരിറ്റി, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് RIൻ്റെ കൂടുതൽ, പിന്നെ RBr, RCl, RF.
സൈസ് കൂടുമ്പോൾ മാസ് ഓഫ് ദി ഹാലോജൻ കൂടും, ഡൈപോൾ അട്രാക്ഷനും വാണ്ടർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഒക്കെ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് കൂടും. പക്ഷേ ബ്രാഞ്ചിങ് കൂടുമ്പോൾ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറഞ്ഞാൽ വാണ്ടർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, അത് കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. പാരാ ഐസോമേഴ്സിന് നല്ല ഹൈലി എഫിഷ്യൻ്റ്ലി പാക്ഡ് ആണ് ഡ്യൂ ടു ഇറ്റ്സ് സിമെട്രി ആൻഡ് ഹൈ പാക്കിംഗ് efficiency. Also it fits in its crystal lattice. ഇവർക്ക് ഹൈ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബ്രോമോ, അയോഡോ, polychloro are heavier than water. Bromo, iodo and polychloro are heavier than water. Even the density is very high due to എത്ര number of carbon atom കൂടുന്നോ അത്രയും അവരുടെ ഡെൻസിറ്റിയും കൂടും. പക്ഷേ ഇവരുടെ സോല്യൂബിലിറ്റി സോല്യൂബിലിറ്റി എന്ന് മെയിൻലി പറയുന്നത് തന്നെ ആയിട്ട് ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ദേ ആർ വെരി പുവർലി സോല്യൂബിൾ ഇൻ വാട്ടർ. ദേ ആർ സ്ലൈറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ ബിക്കോസ് അവർ അതിൽ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക്. അപ്പം ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഹാലോ ആൽക്കേന് നല്ല എനർജി വേണം. ഈ ഹാലോ ആൽക്കേൻ മോളിക്യൂൾസിൻ്റെ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാനും ഹൈഡ്രജൻ ബോണ്ട് വാട്ടറായിട്ട് ഫോം ചെയ്യാനൊക്കെ. പക്ഷേ പുതിയ അട്രാക്ഷൻ ഉണ്ടാക്കാൻ ലെസ് എനർജി ഇസ് റിലീസ്ഡ് വെൻ ന്യൂ അട്രാക്ഷൻ ആർ സെറ്റപ്പ് ബിറ്റ്വീൻ ഹാലോ ആൽക്കേൻസ് ആൻഡ് ദി വാട്ടർ മോളിക്യൂൾസ് ആസ് ദീസ് ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് ദി ഒറിജിനൽ ഹൈഡ്രജൻ ബോണ്ട്സ് ഇൻ വാട്ടർ. അപ്പോൾ സോല്യൂബിലിറ്റി വെരി ലോ ആണ്. ഇവർ ഇസ് മോർ ഡിസോൾവ്ഡ് ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവർ ഹൈഡ്രോഫോബിക്കാണ്, എനർജി കുറേ വേണം, അതുകൊണ്ട് തന്നെ ഇവർ ലീസ്റ്റ് സോല്യൂബിളാണ്. ഓക്കെ, ഇനി നമ്മൾ കെമിക്കൽ റിയാക്ഷൻസൊക്കെ വരുമ്പോൾ ഹാലോജൻ ഇസ് ലീവിങ് ഗ്രൂപ്പ് ഹിയർ. നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ദ ഫസ്റ്റ് റിയാക്ഷൻ വി ഹാവ് ടു സ്റ്റഡി. അതിന് നമുക്ക് 3 മെക്കാനിസംസ് ഉണ്ട്, SN1 SN2, പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രി ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് പഠിക്കണം. അതായത് NaOHും KOHും ഇൻ ദ പ്രസൻസ് അക്വസ് KOH NaOH അല്ലെങ്കിൽ H2O ഹൈഡ്രേഷനൊക്കെ ഇതൊക്കെ ന്യൂക്ലിയോഫൈലായിട്ടോട്ട് ആക്ട് ചെയ്യുക. ഇവർ നമ്മൾ ഹാലോ ആൽക്കെയിൻസിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആൽക്കഹോൾസാണ് കിട്ടുക. NaOR- നമുക്ക് ഈത്തറാണ് കിട്ടുക. ഈത്തറാണ് കിട്ടുക. NaI നമുക്ക് RI കിട്ടും. NH3 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമറി അമീൻ, RNH3 R- സെക്കൻഡറി, R'-R'-NH നമുക്ക് ടെർഷ്യറി കിട്ടും. KCN ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, CN തന്നെ വരും. അത് C�triple നമുക്ക് KCN പറയണത് ഇസ് ആക്ച്വലി predominantly ionic in nature and cyanide ions ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. കാർബണും നൈട്രജനും ആർ ഇൻ ദ പൊസിഷൻ ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർസ്. പക്ഷേ കാർബണിൽ കൂടെയാണ് ഇവർ മോസ്റ്റ്ലി അറ്റാക്ക് ചെയ്യുക ബിക്കോസ് കാർബൺ ബോണ്ട് ഇസ് മോർ സ്റ്റേബിൾ ദാൻ കാർബൺ നൈട്രോജൻ ബോണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, സയനൈഡാണ് കിട്ടുക, ഓർ നൈട്രൈലെന്നോ സയനൈഡെന്നോ പറയാം. ഓക്കെ, RCN എന്ന് വരും. ഇനി AgCN ആണെങ്കിൽ ഇതേ ആർ കോവാലൻ്റ് ഇൻ നേച്ചർ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ നൈട്രോജൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ആയിരിക്കും ഇലക്ട്രോൺ പെയർസ് ഡൊണേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഐസോസൈനൈഡ് ഓർ ഐസോനൈട്രൈലായിട്ട് ഫോം ചെയ്യും. കാരണം ബോണ്ട് ഇസ് ഫ്രം നൈട്രജനായിട്ട് വെച്ചിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. RNC എന്നാണ് കിട്ടുക. KNO2ഉം AgNO2 ഇവരൊക്കെ നമ്മൾ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്നാണ് പറയുക ബിക്കോസ് അവർക്ക് 2 ന്യൂക്ലിയോഫിലിക് സെൻറ്റർ ഉണ്ട്, ആംബിഡൻറ്റ്. ഓക്കെ, KNO2ഉം AgNO2ലും നമുക്ക് KNO2ൽ N ആയിരിക്കും കൊടുക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ടോ
മറ്റേ സൈഡിൽ O. അപ്പോൾ ഈ O ആണ് നമ്മളുടെ ആൽക്കൈൽക്ക് അറ്റാച്ച് ആകുക. ഇവിടെ NO2 ആയിട്ട് തന്നെ അറ്റാച്ച് ആവുന്നത്. അതുകൊണ്ട് ഇത് നൈട്രോ ആൽക്കൈൻ, ഇത് ആൽക്കൈൽ നൈട്രൈൽ. പിന്നെ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് നമുക്ക് ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കാം. ഇതിന് നമുക്ക് എസ്റ്റർ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് മെറ്റാലിക് ആൽക്കൈൽ മെറ്റൽസിന് നമുക്ക് എന്താക്കാം? യെസ്, ആൽക്കെയിൻ ആക്കാം. What is this? I don't understand. Strong reducing agent. Yeah. Okay. ഇത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം പറയാം. SN2 പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ ഇവിടെ എഴുതി തരാം വൃത്തിക്ക്. SN ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം. SN2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്ത്, ബയോമോളിക്കുലാർ ആണ്. ഇത് സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്. സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സിൽ ട്രാൻസിഷൻ എലമെൻ്റ് ആണ് ഉണ്ടാകുക. അവിടെ പറയുമ്പോൾ ബൾക്കിയർ വരില്ല. കാരണം അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? പ്രൈമറി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആകുക. അപ്പോൾ SN2 റിയാക്ഷന് പോളാർ എപ്രോട്ടിക്കിലാണ് SN2 ഉണ്ടാകുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. യെസ്, ബയോമോളിക്കുലാർ ആണ്, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്, 1 സ്റ്റെപ്പാണ്. ഇവർ എലിമെൻ്ററി ആണ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. പോളാർ എപ്രോട്ടിക്കിലാണ് ഉണ്ടാകുക, ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇവർ ഇൻവേർട്ടഡ് ആകുന്നു, പ്രൈമറിയിലാണ് ആദ്യം നടക്കുക. ഇവിടെ ടെർഷ്യറിയിൽ നടക്കൂല. ബിക്കോസ് ടെർഷ്യറി കാർബണൊക്കെ വന്ന ബൾക്കിയർ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് ഉള്ളതെങ്കിൽ ഒരു ഡ്രമാറ്റിക് ഇൻഹിബിറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും. ദാറ്റ് ഈസ് സ്റ്റെറിക് ഹിൻഡറൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇൻവേർഷൻ നടക്കും. പിന്നെ ഏതെങ്കിലും വിട്ടുപോയോ? ഇല്ല. ലീസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റെറിക് ഹിൻഡ്രൻസ് ബിക്കോസ് ഒരു ഡ്രമാറ്റിക് ഇൻഹിബിറ്റിംഗ് എഫക്റ്റ് തന്നെ അവിടെ ഉണ്ടാകും. ഇപ്പോൾ പ്രസൻസ് ഓഫ് ബൾക്കി സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ഓർ നിയർ ദ കാർബൺ ആറ്റം. ഓക്കെ, ഇനി നമുക്ക് SN1 കുറിച്ച് പറയുമ്പോൾ ദിസ് ഇസ് യൂണിമോളിക്കുലാർ ആണ്, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് നടക്കുക. ആൻഡ് ഇവിടെ കോംപ്ലക്സ് ആണ്. ഇവിടെ 2 സ്റ്റെപ്പാണ്. ഇവിടുത്തെ സ്ലോ സ്റ്റെപ്പാണ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ആകെ ഒരാളുടെ കോൺസെൻട്രേഷനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി വൺ റിയാക്റ്റൻ്റാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ SN1 പറയുമ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ടെർഷ്യറിക്കാണ് മോർ എന്താ പറയുക പ്രിഫറൻസ്. പിന്നെ ഇവിടെ റെസിമിക് മിക്സ്ചറാണ് കിട്ടുക. റിറ്റൻഷനുണ്ട്, ഇൻവേർഷനുണ്ട്. റെസിമിക് ആകാൻ ചാൻസ് മീൻസ് ഇൻവേർസ് ബോത്ത് ആർ ദെയർ. ഇഫ് ഇറ്റ് ഈസ് 50:50 നമുക്ക് റെസിമിക് ആണെന്ന് പറയാം. ആൻഡ് അല്ലിലിക്കും ബെൻസൈലിക്കും SN1 മോർ റിയാക്റ്റീവ് ബിക്കോസ് ദേ ഹാവ് റെസണൻസ് പോസിബിൾ ആണ്. അപ്പോൾ അവരുടെ കാർബോകാറ്റയോൺ ഇസ് ഹൈലി സ്റ്റേബിൾ. എത്ര അടിപൊളിയായിട്ട് സ്റ്റേബിൾ ആണോ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത് അത്രയും അടിപൊളിയായിരിക്കും അവരുടെ റിയാക്ഷൻ. അവർ അത്രയും ഫാസ്റ്റ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക. ഇവിടെ ഒരു സ്ലോ ക്ലീവേജ് നടക്കും. ഇത് 109 ഡിഗ്രിയാണ്. എന്നിട്ട് ഇത് പോകുമ്പോൾ ബ്രോമിൻ പോകുമ്പോൾ ഇവരൊക്കെ നീങ്ങി ഒരു 120 ഡിഗ്രിയായി ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും. എന്നിട്ട് ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ CBr ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എനർജി എവിടെ നിന്നാണ് കിട്ടുക? സോൾവേഷൻ.
ഓഫ് ഹാലൈഡ് അയോൺസ് വിത്ത് ദ ഇത് പോളാർ പ്രോട്ടിക്കിലാണ് ഉണ്ടാവുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ദി കാർബോകാറ്റയൺ എത്രയാണോ കൂടുതൽ അത്രയും ഫാസ്റ്റർ ആയിരിക്കും അവരുടെ റിയാക്ഷൻ. ഇതാണ് റേറ്റ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് മെക്കാനിസം ഇസ് ദ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ്. അതെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ 3D അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കോമ്പണൻസ്. 3D അറേഞ്ച്മെൻറ്റ്സ് ആണ് അത് ബേസിക്കലി. ഓക്കെ, നമുക്ക് സർട്ടൻ തിങ്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാസിംഗ് ത്രൂ എ നിക്കോൾ പ്രിസം ഇസ് റൊട്ടേറ്റഡ് വെൻ ഇറ്റ് ഈസ് പാസ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് സർട്ടൻ കോമ്പൗണ്ട്സ്. അതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയും. ഈ എത്രയാണോ ഡിഗ്രി അതിൻ്റെ ആംഗിൾ അതിന് മെഷർ ചെയ്യുന്നതാണ് പൊളാരിമീറ്റർ. പിന്നെ ക്ലോക്ക് വൈസ് പോസിറ്റീവ് റൈറ്റിലോട്ടാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, പിന്നെ ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. ഇവർ പ്ലസ് മൈനസ് ഉള്ളവരൊക്കെയാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുക. കൈറാലിറ്റി ഇനാൻഷ്യോമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ലൂയിസ് പാസ്റ്റർ ആണ് എന്ത് കണ്ടുപിടിച്ചത്? കൈറാലിറ്റീനൊക്കെ കുറിച്ച്. ഒരു അക്വസ് സൊല്യൂഷനിൽ 2 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഷോർട്ട് ഓപ്റ്റഡ് റൊട്ടേഷൻ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. വോണ്ട് ഹോഫർ ആൻഡ് സീലേബൽ ഇൻഡിപെൻഡൻ്റ്ലി ആർഗ്യൂഡ് ഓൺ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. അതായത് ഒരു സീന് ചുറ്റുള്ള 4 വാലൻസി ഡിഫറെൻ്റ് ആണെങ്കിലാണ് ടെട്രാഹെഡ്രൽ വാലൻസി ഉണ്ടല്ലോ. ഇഫ് ഓൾ സബ്സ്റ്റിറ്റ്യൂവൻസ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആർ ഡിഫറെൻറ്റ് അവരുടെ മിറർ ഇമേജ് ഇസ് നോട്ട് ഇമ്പോസിബിൾ. അത് സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അവരെ പറയുന്നതാണ് കൈറാൾ. ഇഫ് ദേ ആർ ഇമ്പോസിബിൾ, സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അത് എ കൈറാൾ എന്നാണ് പറയുക. ഇവരൊക്കെ കൈറാലാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആക്ച്വലി. ഓക്കെ, പിന്നെ നമുക്ക് കൈറാളിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. 2-chlorobutain, 2,3-dihydroxy propanol, ബ്രോമോക്ലോറോഐഡോമീത്തേൻ, 2-bromopropanoic acid ഒക്കെയാണ്. ഈ സ്റ്റീരിയോ ഐസോമേഴ്സ് റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആർ കോൾഡ് ഇനാൻഷ്യോമേഴ്സ്. ഇപ്പോൾ ഈ ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയാൻ സെയിം കുറേ ഐഡൻറ്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇവരാകെ ഡിഫർ ചെയ്യുന്നത് അവരുടെ റൊട്ടേഷനിൽ മാത്രം. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് അവർ എങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഒന്ന് ലീവോ റൊട്ടേറ്ററി, മറ്റേത് എക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും. ഇനാൻഷ്യോമർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, മിറർ ഇമേജ് ആവണം, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ 2 ഇനാൻഷ്യോമർ ഉള്ളത് ഈക്വൽ പ്രൊപ്പോർഷനിലാണെങ്കിൽ അവരുടെ ഇത് എഫക്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യും. അവരെയാണ് പറയുക റെസമിക് മിക്സ്ചർ. ഓക്കെ, ഇനി എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഹാലോ ആൽക്കെയിൻസ് ബീറ്റ ഹൈഡ്രോജൻ ആറ്റം ഉണ്ടെങ്കിൽ അത് ഹീറ്റഡ് വിത്ത് ആൽക്കഹോളിക് ആണ്. ആൽക്കഹോളിക് KOH ആണെങ്കിൽ നമുക്ക് ആൽക്കീന് കിട്ടും. ഓക്കെ, സെയ്റ്റ്സെഫ് റൂള് പറയണത് എന്ന് പറഞ്ഞാൽ dehydrohalogenation reaction is preferred product is that alkene which has greater number of alkyl groups attached to the doubly bonded carbon atom. ഒരു ഡബിൾ ബോണ്ടിൻ്റെ 2 സൈഡിലും ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരു ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഈ ഇതിൻ്റെ ഇടയിലുള്ളത് ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ കുഞ്ഞത് ഇവിടെ കൂടുതലാണെങ്കിൽ ഇത് ഇസ് ദ മൈനർ പ്രോഡക്റ്റ്, ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിരിക്കും. അത് കുഞ്ഞത് 19%, മറ്റേത് 81% ആയിരിക്കും. നമുക്ക് നോക്കി നോക്കാം. പ്രൊപ്പനോളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ കാണാൻ പറ്റും. ഇല്ല, പ്രൊപ്പനോളല്ല, പെൻറ്റീന്. ഇതാ ഈ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം.
ഇത് 81, ഇത് 19%. ഇതാണ് അങ്ങോട്ടൊക്കെ ആവുന്നത്. ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് KOH. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇസ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്വസ് KOH ആണ്. ഇത് ബേസിക്കാണ്. ബേസ് ആണെങ്കിലാണ് ഇലക്ട്രോഫിലിക് ബൾക്കിയറും ഒരു ബേസിൻ്റെ എത്ര വലുപ്പം അനുസരിച്ച് ബേസിക് എത്രത്തോളമാണോ അത് എലിമിനേഷൻ റിയാക്ഷനാണ് മോർ പ്രിഫേർഡ്. ഓക്കെ, ഇനി മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെറ്റൽ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് കിട്ടും. ഇവരെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്നാണ് പറയുക. RMgX, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഒരു ഹാലോ ആൽക്കേൻ ബ്രോമിന്. ഓക്കെ, ഈത്തൈൽ ബ്രോമോ ഈത്തേന് Mg ആയിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ദിസ് ഈസ് സിമിലർ ടു വോട്ട്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ Br ഇവിടോട്ട് വരിക Mg, ബിക്കോസ് ഇത് നമുക്കറിയാം ഈ CH ഇതെന്ന് പറയുന്നത് Mg പറഞ്ഞത് ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ കാർബണിൻ്റെ അവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇലക്ട്രോ പോസിറ്റീവ് ആണല്ലോ. ഇത് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ നമുക്ക് CH3 CH2 Mg Br കിട്ടും. ഓക്കെ, ഇതിനാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ദീസ് ആർ ഹൈലി റിയാക്റ്റീവ്. എന്ത് പ്രോട്ടോണ് ഉപയോഗിച്ചാലും അവർ വിത്ത് എനി സോഴ്സ് ഓഫ് പ്രോട്ടീൻ ടു ഗിവ് ഹൈഡ്രോ കാർബൺ ആയിട്ട് കിട്ടാൻ വേണ്ടി റിയാക്ട് ചെയ്യും. ഒരു വാട്ടറോ ആൽക്കഹോളോ ഒരു അമീൻസ് ഒക്കെ തന്നെ അവർക്ക് സഫീഷ്യൻ്റ്ലി അസിഡിക് ആണ് ടു കൺവേർട്ട് ദം ടു കറസ്പോണ്ടിങ്ലി ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ RMgX H2O എടുക്കുമ്പോൾ നമുക്ക് കിട്ടാം, ഒന്ന് നമുക്ക് ഹൈഡ്രോ കാർബൺ ആണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുക, അതായത് RX പ്ലസ് MgOH എന്നായിട്ട് കിട്ടാം. അപ്പോൾ ഒരു കുഞ്ഞ് ട്രേസസ് ഓഫ് മോയ്സ്ചർ തന്നെ ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്രൈ ഈതർ യൂസ് ചെയ്യുന്നത്. ഇതും ഒരു ഹാലൈഡിൽ നിന്ന് നമുക്ക് ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡായിട്ട് കൂട്ടാം. നമ്മൾ നേരത്തെ കണ്ടതിലൊരു മെത്തേഡാണ് ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് അല്ലേ, ലിത്തിയം LiAlH4. അത് നമുക്ക് ഹൈഡ്രോ കാർബണാണ് കിട്ടിയത്. ഇതാണ് ഹൈഡ്രോളിസിസ് ആണ്. ഇനി റിയാക്ഷൻ ഓഫ് ഹാലോഅരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ അണ്ടർഗോ ചെയ്യൂല ബിക്കോസ് ഓഫ് 4 റീസൺസ്. ഒന്ന് റെസണൻസ് എഫക്റ്റ് ആണ്. ഇവരുടെ ഇലക്ട്രോൺ പെയർസ് ആർ ഓവർലാപ്ഡ് വിത്ത് പൈ ഇലക്ട്രോൺസ്. സോ ദ CCl ബോണ്ട് അക്വയർസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ഡ്യൂ ടു ദ റെസണൻസ്. അപ്പോൾ ഈ ബോണ്ട് ക്ലീവേജ് ഓഫ് ദ ഹാലോ അരീൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് പോസിബിൾ അല്ല. ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ്. ഹാലോ ആൽക്കെയിൻസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം sp3 ഹൈബ്രിഡൈസിലോട്ടാണ് അറ്റാച്ച് ചെയ്യുക, പക്ഷേ ഇവിടെ sp2 sp2 എന്ന് പറഞ്ഞാൽ നല്ല എസ് ക്യാരക്ടർ ഉണ്ട്. എസ് ക്യാരക്ടർ എത്ര കൂടുന്നോ അത്രയും ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പോൾ CX ബോണ്ട് മോർ ടൈറ്റ്ലി ദാൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അതുകൊണ്ട് തന്നെ CCl ബോണ്ട് ലെങ്ത് ഇൻ ഹാലോ ആൽക്കെയിന് വിത്ത് ലെസ് എസ് ക്യാരക്ടറിനേലും കൂടുതൽ ടൈറ്റ്ലിയാണ് ഇവർ ബോണ്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ CCl ബോണ്ട് ലെങ്ത് ഇൻ ഹാലോ ആൽക്കെയിന് 177 പൈക്കോമീറ്റർ ആണെങ്കിൽ ഹാലോ അരീനത്ത് 169 പൈക്കോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് എ ഷോർട്ടർ ബോണ്ട് ദാൻ എ ലോങ്ങർ ബോണ്ട്. Therefore haloarenes reactive അല്ല. പിന്നെ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. ഇവർ സെൽഫ് അയോണൈസേഷൻ വിൽ നോട്ട് ബി സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ് ആൻഡ് therefore SN1 മെക്കാനിസം ഇസ് റൂൾഡ് ഔട്ട്. പിന്നെ ബിക്കോസ് ഓഫ് ദി പോസിബിൾ റിപ്പൾഷൻ, ഓൾറെഡി അതൊരു ഇലക്ട്രോ നെഗറ്റീവാണ്, അതിലോട്ട് അപ്രോച്ചിങ് ഓഫ് എൻ റിച്ച് ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ പിന്നെന്താ രണ്ടും റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ 4 റീസൺസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ റെസണൻസ് എഫക്റ്റ്, ഇലക്ട്രോൺ പെയർ ഓഫ് ദി ഹാലോജൻ ഇസ് ഓവർലാപ്പിംഗ് ദ പൈ ഇലക്ട്രോൺ.
പിന്നെ CCl bond acquire a partial double bond due to resonance. Bond cleavage is difficult. Different hybridization S character കൂടുമ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഇലക്ട്രോൺ പെയർ ഓഫ് CX ബോണ്ട് മോർ ടൈറ്റ്ലി ആൻഡ് ഡിഫിക്കൾട്ട് ടു ബ്രേക്ക്. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ ആസ് എ റിസൾട്ട് ഓഫ് സെൽഫ് അയോണൈസേഷൻ വിൽ നോട്ട് ബി സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. SN1 ഇസ് റൂൾഡ് ഔട്ട്. പോസിബിൾ റിപ്പൾഷൻ ഓഫ് ഇലക്ട്രോണിക് ചാപ്റ്റർ. ഓക്കെ, ഇനി ഇവർ നമുക്ക് ഡോസ് പ്രോസസ്സ് യൂസ് ചെയ്ത് ന്യൂക്ലിയോഫിലിക് അണ്ടർഗോ ചെയ്യാൻ പറ്റും. ക്ലോറോബെൻസീനെ നമ്മൾ എടുക്കുമ്പോൾ നല്ല 623 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കുക, നല്ല 300 ATM പ്രഷർ കൊടുക്കുക. അതും സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഇടുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അതായത് ഇത് നമ്മുടെ നോർമൽ തന്നെ 1 ATM പ്രഷർ, അതായത് 300 ATM 623 കെൽവിനും NaOHൻ്റെ പ്രസൻസിൽ നമുക്ക് ഇതിനെ നമ്മൾ പറയാം ഡൗസ് പ്രോസസ്സ്. ഓക്കെ, കിട്ടാം. പിന്നെ നമുക്കൊരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് കോൾഡ് ആസ് NO2 നമുക്ക് ആഡ് ചെയ്യാം. ഓർത്തോയിലും പാരോയിലും. മെറ്റയിൽ ആഡ് ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് മെറ്റാ പൊസിഷനിൽ എന്താ പറയുക, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് 443 കെൽവിൻ കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ 2 NO2 എടുത്തു, ഓർത്തോവും പാരയിലും. അപ്പോൾ നമുക്കൊരു 368 കെൽവിൻ കൊടുത്താൽ മതി, നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഓർത്തോയിലും 2 ഓർത്തോയിലും പാരയിലും കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വാം കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഒരു NO2 അറ്റ് പാര പൊസിഷനാണ് 443 കെൽവിന്. പിന്നെ നമ്മൾ 2 ഓർത്തോയിലും പാരയിലും കൊടുക്കുമ്പോൾ 368 കെൽവിൻ. നമ്മൾ 3 സ്ഥലത്തും കൊടുക്കുമ്പോൾ നമുക്ക് വാം H2O കൊടുത്താൽ മതി. ഇതിനെ നമ്മൾ പറയുന്നതാണ് പിക്രിക് ആസിഡ്. ഓക്കെ, അപ്പോൾ NO2ക്ക് അതിൻ്റെ എഫക്റ്റ് മെറ്റാ പൊസിഷനിലില്ല, ആകെ പാരയിലും ഓർത്തോയിലും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതിൽ വരുമ്പോൾ മോസ്റ്റ്ലി പാരയിലാണ് എല്ലാം മേജർ പ്രോഡക്റ്റ് വരുന്നത്. ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ് മോർ ഓർത്തോയിലും പാരാലും ഡ്യൂ ടു റെസണൻസ് എപ്പോഴും വരുന്നത് ഓർത്തോ പാര പൊസിഷനിലാണ്. ഇവിടെ ഓക്കെ, മെറ്റാ പൊസിഷനിൽ വരുന്നില്ല ആ പ്ലസ് സൈനില്ലേ. നമുക്ക് ഉള്ളത് ഹാലോജനേഷൻ, പിന്നെ നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രിഡിൽക്രാഫ്റ്റ് ആൽക്കലേഷൻ, ഫ്രിഡിൽക്രാഫ്റ്റ് അസലേഷൻ. ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോയിലും പാരയിലാണ് മോർ ഡ്യൂ ടു റെസണൻസ്. പിന്നെ ഹാലോജൻ്റെ ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ടെൻഡൻസി ടു വിത്ഡ്രോ ഇലക്ട്രോൺ ഫ്രം ബെൻസീൻ റിങ് ഗെറ്റ്സ് ഡീആക്ടിവേറ്റഡ്. ഓക്കെ, ഇത് ഈ ഇലക്ട്രോഫിലിക്ക് ഒരു ഡ്രാസ്റ്റിക് കണ്ടീഷനിലേ വരുള്ളൂ. ഹാലോജനേഷന് നമ്മളൊരു ക്ലോറോബെൻസീൻ എടുക്കുക, അതിൽക്കൊരു ക്ലോറിന് Cl2 കൊടുക്കുക, അതും അൻഹൈഡ്രസ് FeCl3ൻ്റെ പ്രസൻസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഹാലോജനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോറോബെൻസീൻ എടുക്കുക, Cl2 കൊടുക്കുമ്പോൾ അനൈഡ്രസ് FeCl3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഓർത്തോയിലും കിട്ടും. ഇത് പാര കേട്ടോ, ഓർത്തോയിലും ഉള്ളതും പാരയിലുള്ളതും ഉണ്ട്. ഇനി നൈട്രേഷൻ വരുമ്പോൾ HNO3 in presence of concentrated H2SO4 നമുക്ക്
നൈട്രോബെൻസിൻ, അൺക്ലോറോ നൈട്രോബെൻസിനും ഓർത്തോ പാരയാണ് എപ്പോഴും മേജർ കേട്ടോ. ഇനി സൾഫോണേഷന് SO3H ആണ് അതിൽ അറ്റാച്ച് ചെയ്യുക. നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇസ് കോൺസെൻട്രേറ്റഡ് H2SO4 ഹീറ്റ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ അനഹൈഡ്രസ് FeCl3 നമുക്ക് ഹാലോജനേഷൻ ആണ്. നൈട്രേഷന് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4, സൾഫനേഷന് കോൺസെൻട്രേറ്റഡ് H2SO4 ഹീറ്റ് ചെയ്യുക. ഇനി ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻസ് CH3Cl നമ്മളൊരു ആൽക്കേന് ഇതായിട്ട് റിയാക്ട് ചെയ്യണം. അരൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൊളുവീനും ക്ലോറോടൊളുവീനും ഒക്കെയാണ് കിട്ടുന്നത്. ഇത് അസൈലേഷനാണ്. ഇതാണ് അസൈൽ ക്ലോറൈഡ് ഓർ ഇത്തനോയിൽ ക്ലോറൈഡ്. എനിക്ക് തൊണ്ടവേദന ഉണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡിലെടുത്തു പോവാണ്. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അരൈൽ ഹാലൈഡ് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡൈഫീനൈൽ കിട്ടും. അതാണ് ഫിറ്റിക് റിയാക്ഷൻ. വുഡ്സ് ഫിറ്റിക് എന്ന് പറഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ പ്ലസ് ഇവിടെ വുഡ്സ് റിയാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം ഡ്രൈ ഈത്തറായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോ കാർബൺസ് കിട്ടും. ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ് അതിൽ ഡ്രൈ ഈതറാണ് പ്രസൻറ്റ്. അപ്പോൾ വുഡ്സും ഫിറ്റിക്കും കൂടെ മിക്സ് ചെയ്ത്, അതായത് അരൈൽ ഹാലൈഡും ഉണ്ട് ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്, എണ്ണേൻ്റെ പ്രസൻസിൽ ഡ്രൈ ഈത്തറിൽ നമുക്ക് എന്താ കിട്ടുക, ടൊളുവീൻ കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് മറ്റേ പോളിഹാലോജൻ കോമ്പൗണ്ട്സിൽ നമുക്ക് ഒരു ഇക്വേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോറോഫോം എക്സ്പോസ് ചെയ്യുമ്പോൾ, ഓക്സിജനും ലൈറ്റായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോസ്ജീൻ കിട്ടും. ഇതിനെ പറയുന്നതാണ് കാർബോണൈൽ ക്ലോറൈഡ്. ദിസ് ഈസ് പോയ്സണസ് ഗ്യാസ് ആണ്. അതുകൊണ്ട് ഇവർ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിലാണ് സ്റ്റോർ ചെയ്യുക. അതായത് 2CHCl3 + O2 ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോസ്ജീൻ, അതായത് COCl2 + 2HCl. ഇത് ഹൈലി പോയ്സണസ് ആണ്, കാർബോണിൽ ക്ലോറൈഡ് ആണ്. പിന്നെ അയോഡിന് ബ്രൗണിഷ് യെല്ലോ കളറാണ്. ഇവരൊക്കെ പ്രൊപ്പലൻ്റ്, സോൾവെൻറ്റ്, പെയിൻറ്റ് റിമൂവർ അങ്ങനെ കുറേ അങ്ങനത്തെയൊക്കെ ഇതിലാണ് യൂസ് ചെയ്യുക. ഫയർ എക്സ്റ്റിങ്വിഷർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ഒക്കെ ടെട്രാക്ലോറൈഡാണ്. പിന്നെ ഫ്രിയോൺസ് സ്വാർട്സ് റിയാക്ഷൻ ഓഫ് ടെട്രാക്ലോറോമീത്തേൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് Cl. പിന്നെ നമുക്ക് DDT, ദാറ്റ് ഈസ് ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈത്തേന് കിട്ടാൻ ക്ലോറാൽ പ്ലസ് ഫീനൈൽ ക്ലോറൈഡ് gives DDT. Chlorobenzene heated with chloral in presence of concentrated H2SO4 DDT is formed. ബാക്കി അതൊക്കെ ഒന്ന് ജസ്റ്റ് നല്ലോണം വായിക്കുക. യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ആൻഡ് ഗൈഡത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കേണ്ടത്. ജസ്റ്റ് ആ പോളിഹാലോജൻ കോമ്പൗണ്ട്സ് ഒന്ന് നല്ലോണം വായിച്ചു നോക്കുക. അതിന് ചിലപ്പോൾ MCQ ആയിട്ട് വരും. പിന്നെ നമ്മൾ ഹാലോജനേഷൻ അൻഹൈഡ്രസ് FeCl3 ആണ്. നൈട്രേഷൻ HNO3യും കോൺസെൻട്രേഷൻ H2SO4ഉം സൾഫനേഷൻ H2SO4 ആണ്. പിന്നെ ഫ്രിഡൽക്രാഫ്റ്റ് ഒന്ന് നല്ലോണം നോക്കുക. അതിൽ നമ്മൾ അസൈൽ ഒക്കെ എങ്ങനെ എവിടെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ആ ഹാലോഅരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ പറ്റാത്തതെന്നുള്ള റീസൺ നല്ലോണം നോക്കുക. പിക്രിക് ആസിഡ് എന്താണെന്ന് നോക്കുക. പിന്നെ അതിൻ്റെ ഓരോ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, 443, 368 വോം, പിന്നെ 623, 318 പ്രഷർ ഒക്കെ നോക്കുക.
പിന്നെ ആ നോട്ടിലുള്ള സ്റ്റീരിയോ കെമിസ്ട്രി നോട്ടിട്ട് വായിക്കുക മിസ് തന്നത്. പിന്നെ SN1 SN2 ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. ഏതാ പോളാർ പ്രോട്ടിക് പറയണത് SN1 ആണ്, പോളാർ എപ്രോട്ടിക് ആണ് SN2. പിന്നെ ആ ടേബിൾ ഉണ്ടല്ലോ ഏതൊക്കെയാണ് നൈട്രൈൽ സയനൈഡൊക്കെ വരുന്നതും അതിൻ്റെ റീസണും ജസ്റ്റ് നല്ലോണം വായിക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ വായിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആ റിയാക്ഷൻ ഒരിക്കലും മറക്കരുത്, മറന്നു പോകും. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്കോർ ഹൈ മാർക്സ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഐ ലവ് യു.